ഞാൻ നേരത്തെ ബ്രിഗേഡിലായിരുന്നപ്പോൾ ചെയ്തത് ഒരു കോറിൻ്റെ മാത്രം ലോജിസ്റ്റിക്സ് ആയിരുന്നു. ഇപ്പോൾ കമാൻഡ് ആയപ്പോഴത്തേക്ക് ഞങ്ങളുടെ കീഴിൽ 3 കോറുണ്ടായിരുന്നു, പിന്നെ അല്ലാതെ 2 ബ്രിഗേഡ് ഉണ്ടായിരുന്നു. അപ്പം ഒത്തിരി വലിയ, അതായത് വെസ്റ്റേൺ കമാൻഡ് പാകിസ്ഥാനെ ഫേസ് ചെയ്യുന്ന ജമ്മു മുതൽ താഴെ വരെ ഉള്ള പല ഈ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്നത്, എനിക്കത് ശരിയായി ഇവിടെ പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ജമ്മു മുതൽ താഴോട്ടുള്ള പല ഏരിയാസിൻ്റെയും മേൽനോട്ടം ഞങ്ങളുടെ കമാൻഡിനായിരുന്നു. 65-ലെ യുദ്ധവും 71-ലെ യുദ്ധത്തിൻ്റെ ഈ വെസ്റ്റേൺ ഭാഗത്തെ യുദ്ധവും ഒക്കെ നടന്നത് വെസ്റ്റേൺ കമാൻഡിൻ്റെ കീഴിലായിരുന്നു എന്ന് അറിഞ്ഞാൽ മതി. ഈ കമാൻഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ അവിടെ ഇതിൻ്റെ ഹെഡായിട്ട് ഞാൻ വർക്ക് ചെയ്തു. മേജർ ജനറലായിട്ട് നമുക്ക് ഇന്ത്യൻ ആർമിയിൽ തുടരാവുന്നത് 58 വയസ്സ് പൂർത്തിയാകുന്നത് വരെയാണ്. അപ്പം എൻ്റെ സർവീസ് ഞാൻ വന്ന് കയറി, എനിക്ക് 2017 ജൂലൈ 31 ഞാൻ റിട്ടയർ ചെയ്യണം. ഈ മേജർ ജോലിയുടെ കൂടെ തന്നെ ഈ വെസ്റ്റേൺ കമാൻഡിൻ്റെ കീഴിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ, ഈ ആർമിയിലെ സൈനികരുടെ മക്കളുടെ ലോ പഠിക്കാൻ വരുന്നവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി കിട്ടുന്ന ഒരു സ്ഥലമാണ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ. അതിൻ്റെ ചെയർമാനാക്കി എന്നെ അപ്പോയിൻ്റ് ചെയ്തു. അതുപോലെ തന്നെ പാരാപ്ലീജിക് സെൻറ്റർ, റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നൊരു പ്രസ്ഥാനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ആർമിയിൽ സർവീസ് ഇരിക്കുമ്പം എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി, സർവീസ് കാരണം അല്ലാതെയോ സർവീസ് ഇരിക്കുമ്പം ആക്സിഡൻറ്റ് പറ്റി പാരാപ്ലീജിക്, അതായത് അരയ്ക്ക് താഴോട്ട് തളർന്നു പോകുന്ന ജവാന്മാരും ഓഫീസേഴ്സിനെയും, അല്ലെങ്കിൽ മൊത്തവും ക്വാഡ്രിപ്ലീജിയ വരുന്നവരെ, ഫുള്ള് തളർന്നവരെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനിലായിട്ട് നോക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഒന്ന് പൂനെയിൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ MP അനിൽകുമാർ താമസിച്ചിരുന്ന സ്ഥലം. രണ്ടാമത്തത് ഇവിടെ മൊഹാലിയിലുള്ള PRC, അതിൻ്റെയും ചാർജ് എനിക്കായിരുന്നു. അപ്പോൾ ഒരു ഡയറക്ടറുണ്ട്, കുറച്ച് പട്ടാളക്കാരുണ്ട്. അവരുടെ വെൽഫെയർ നോക്കുന്നത് ഈ ഡയറക്ടർ നോക്കിക്കോളും, ഞാൻ മാർഗനിർദ്ദേശം കൊടുത്താൽ മതി. എൻ്റെ കാര്യസമയത്തായിരുന്നു ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ ഇന്ത്യയിലെ ടോപ്പ് 10 വന്നത് റേറ്റിങ്ങിൽ. അതുപോലെ തന്നെ ഞാൻ ചെയർമാനായിരുന്നപ്പോഴായിരുന്നു പാരാപ്ലീജിക് റിഹാബ് സെൻറ്ററിൽ നിന്ന് ഇൻ്റർനാഷണൽ മാച്ചിനൊക്കെ ആൾക്കാരെ വിട്ടു തുടങ്ങിയത്. അവിടെ അവരെ കൊണ്ട് വീൽ ചെയർ ബാസ്കറ്റ്ബോൾ, വീൽ ചെയർ റേസിംഗ്, വീൽ ചെയർ ടെന്നീസ്, പിന്നെ വീൽ ചെയറിൽ ഡാൻസ് ഒക്കെ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയിട്ട് പാരാപ്ലീജിക് റീഹാബ് സെൻറ്റർ അല്ലെങ്കിൽ PRC മൊഹാലി ഡാൻസ് എന്ന് അടിച്ചാൽ ഹം ഹോങ്കെ കാമ്യാബ് എന്ന് പറയുന്നൊരു ഡാൻസ് അവർ വീൽ ചെയർ ചെയ്ത് നമുക്ക് കാണാം. ഇതൊക്കെ അന്ന് തുടങ്ങിയതാണ്. വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ വെസ്റ്റേൺ കമാൻഡിൽ മേജർ ജനറലായിരുന്ന സമയത്താണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കേണൽ കമഡാൻഡ് എന്നുള്ള പദവിക്ക് ഒഴിവ് വന്നത്. കേണൽ കമഡാൻഡ് എന്ന് പറയുന്നത് കേണൽ എന്നാണ് പറയുന്നതെങ്കിലും പക്ഷേ അതൊരു സെറിമോണിയൽ റാങ്കാണ് കേണൽ കമഡാൻഡ്. അത് 5 or 6 ജനറൽമാർ നിന്നിട്ട് അതിൽ നിന്ന് ഒരാളെ ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പട്ടാളക്കാരും ഓഫീസേഴ്സും കൂടി തിരഞ്ഞെടുക്കുന്നതാണ്. അതായത് പട്ടാളക്കാർ വോട്ട് ചെയ്യത്തില്ല, പക്ഷേ യൂണിറ്റിൽ നിന്ന് അവരെ CEO കമാൻഡിങ് ഓഫീസറോട് പറയും, ഞങ്ങൾക്ക് ഈ ജനറലിനെ കേണൽ കമഡാൻറ്റായിട്ട് വേണം. ഈ കേണൽ കമഡാൻറ്റ് എന്ന് പറയുമ്പം മെൻറ്റർ, നമ്മളുടെ കോർപ്പറേറ്റ് ടേംസിൽ മെൻറ്റർ അല്ലെങ്കിൽ വഴികാട്ടി എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് പ്രത്യേക ഒരു സെക്രട്ടേറിയറ്റ് കിട്ടും, നമുക്കൊരു വേറെ ക്ലർക്ക് കാണും. അപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പട്ടാളക്കാർക്ക് പോസ്റ്റിങ്ങിനെ, ട്രാൻസ്ഫറിനെ പറ്റി, അവർക്ക് പേഴ്സണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, പിന്നെ അവർക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് നേരെ വേറെ ആരെയും ത്രൂ അല്ലാതെ, ഇത് വേറെ ചാനലൊന്നുമില്ല, അവർക്ക് നേരെ നമ്മളെ സമീപിക്കാം, എഴുതിയോ. പിന്നെ നമുക്ക് എന്നോട് ഇൻ്റർവ്യൂ ചോദിക്കാം. അപ്പം അവർ ഇൻ്റർവ്യൂ ചോദിച്ചാൽ ഞാൻ കൊടുത്താൽ അവർക്ക് സർക്കാർ ചിലവിൽ വന്ന് എന്നെ കണ്ട് അവരുടെ കാര്യങ്ങൾ ബോധിപ്പിക്കാം. എനിക്കൊരു പ്രത്യേകം സെക്രട്ടേറിയറ്റ് കിട്ടും കേണൽ കമഡാൻഡ്. അപ്പോൾ അതിനൊരു ഇലക്ഷൻ വരും. അപ്പം
അപ്പോൾ അത് ഇത് ഈ റാങ്കിനേക്കാളും കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളുടെ ഒരു അംഗീകാരം, അത് നമ്മളെ 10 പേര് അറിയും. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ചെയ്ത പണി ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ പട്ടാളക്കാരും ജൂനിയർ കമ്മീഷൻ്റെ ഓഫീസേഴ്സും ബാക്കി ഓഫീസേഴ്സൊക്കെ നമ്മളെ അംഗീകരിക്കുന്നു അവരുടെ വഴികാട്ടിയായിട്ട്. അപ്പം ഇത് വന്നു. അപ്പം ഞാൻ കണ്ടസ്റ്റ് ചെയ്യാൻ നിൽക്കാൻ ഞാൻ ആക്ച്വലി അറിഞ്ഞില്ല ഇത് തുടങ്ങിയെന്നുള്ള കാര്യം. അപ്പോൾ എന്നെ 1-2 ഓഫീസർ വിളിച്ചു, സാറ് എന്താ അപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല. ഞാൻ പേരിട്ടു. ഇലക്ഷനായി. ഞങ്ങൾ 6 പേര് ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു ഈ കേണൽ കമാൻഡൻറ്റിൻ്റെ പോസ്റ്റിന് വേണ്ടി. എനിക്ക് 62% വോട്ട് കിട്ടി. ഈ 6 പേര്, ബാക്കി 5 പേരൂടെ ബാക്കിയുള്ളതൊക്കെ അവരെടുത്തു. അപ്പോൾ വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ ഞാൻ കേണൽ കമാൻഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. എനിക്കൊരു ബാനർ ഉണ്ട്, എനിക്ക് വലിയൊരു ബെയ്റ്റനുണ്ട്. അത് വലിയൊരു പദവിയാണ്. ബെയ്റ്റൻ എന്ന് പറയുന്നത് ഒരു വടി, വളരെ കാണാൻ രസമുള്ള ഒരു വടി. അതിൻ്റെ മേലിൽ എനിക്ക് മുമ്പ് തുടക്കം മുതൽ ആരൊക്കെയായിരുന്നു കേണൽ കമാൻഡൻ്റ് എന്നുള്ള അവരുടെ പേര് ഒരു റിങ്ങിൽ, സിൽവർ റിങ്ങിൽ, വെള്ളി റിങ്ങിൽ പേര് കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും അതുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കാണുമ്പം തന്നെ ആൾക്കാർക്കറിയാം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പവറുണ്ട്, ഇദ്ദേഹത്തെ ആ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ്. എൻ്റെ ഭാര്യയ്ക്കും അതിൻ്റെ കൂടെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എനിക്ക് പോകാം, ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടും, എൻ്റെ ഭാര്യയ്ക്കും കിട്ടും. ഞങ്ങൾ ഒരിടത്തേ പോയുള്ളൂ, സെക്കൻഡറാബാദിൽ തിരിച്ചു വന്നു. ഞങ്ങളുടെ സെൻറ്ററിൽ ഒരു ഒഫീഷ്യൽ ഫങ്ഷന് വേണ്ടി മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി എൻ്റെ ആഗ്രഹപ്രകാരം ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നീ എനിക്ക് എഴുതും, അല്ലെങ്കിൽ ഫോൺ വിളിക്കും, ഇല്ലെങ്കിൽ എനിക്ക് കാണണമെന്ന് തോന്നി ഞാൻ അവരെ എൻ്റെ ഓഫീസിൽ വിളിക്കും. അതാണ് സർക്കാരിന് ലാഭം. കാരണം ഞാനും എനിക്ക് എയർ ടിക്കറ്റ് വേണം, പട്ടാളക്കാർ അത്രയും വേണ്ട. അപ്പം എനിക്ക് കൂടുതൽ ആൾക്കാരെ കാണാൻ ഒക്കും. അതുകൊണ്ട് ഞാൻ ചണ്ഡീഗഡിൽ തന്നെ, മൊഹാലിയിൽ തന്നെ ഇരുന്നു. പലരും വന്ന് കണ്ടു. അവർക്കെല്ലാം ചെയ്യാനൊക്കുന്ന, എന്നെക്കൊണ്ട് ചെയ്യാവുന്ന മാക്സിമം ഞാൻ എല്ലാവരും സഹായിച്ചു. കാര്യം എൻ്റെ കാഴ്ചപ്പാടിൽ ഈ റാങ്ക് അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് നമ്മുടെ മിടുക്കല്ല, നമ്മൾ എന്തോ സാധിച്ചതുപോലല്ല ഞാൻ റാങ്കിനെ കാണുന്നത്. ഞാൻ റാങ്കിനെ കാണുന്നത് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ ആൾക്കാർ, ഈ പട്ടാളം എന്നെ അംഗീകരിക്കുന്നു, ഈ അവർക്ക് വേണ്ടി ചെയ്യാൻ ഒരു ചുമതല ഏൽപ്പിച്ചതായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. സോ അതോറിറ്റി അല്ല ഞാൻ കാണുന്നത്, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റിയാണ് എൻ്റെ റാങ്കിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം ഈ 62% പേര് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത്. മറ്റുള്ള എല്ലാവരുടെ കൂടി അവർക്ക് കിട്ടിയത് ബാക്കി 38%, 5 പേർക്ക് കിട്ടിയത്. അപ്പം എൻ്റെ ഈ കാഴ്ചപ്പാട് എല്ലാവർക്കും അറിയാം. ആർക്കും എന്നെ എപ്പോഴും വിളിക്കാം, എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്നെക്കൊണ്ട് ചെയ്യാൻ ഒക്കുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത് എല്ലാവർക്കും അറിയാം. അങ്ങനെ എൻ്റെ സമയം ജനറലായിട്ട് ക്ലിയറായി. 2017 31 ജൂലൈക്ക് ഞാൻ റിട്ടയർ ചെയ്യണം. അപ്പം ഈ റിട്ടയർമെൻറ്റിനൊരു ഫങ്ഷനുണ്ട്, ഒരു വലിയൊരു ഫങ്ഷനാണിത്. ഒന്ന് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു ഫങ്ഷനുണ്ട്, ഒന്ന് ഞാൻ ഇരിക്കുന്ന ഹെഡ് ക്വാർട്ടറിൽ നിന്നൊരു ഫങ്ഷനുണ്ട്. അപ്പം എന്നോട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാറിന് എപ്പോഴാണ് സമയം ഫങ്ഷന് വേണ്ടി, ഞാൻ പറഞ്ഞു ഇന്ന ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആർമി കമാൻഡർ, അദ്ദേഹം വളരെ ബിസി മാനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം അവിടെ ആണെങ്കിൽ അദ്ദേഹത്തിനൊരു 2-3 ഹെലികോപ്റ്ററുണ്ട്, ഒരു പ്ലെയിനുണ്ട്, എപ്പോൾ വേണമെങ്കിലും ആ പ്ലെയിനെടുത്ത് എവിടെ വേണം, അങ്ങനെ എപ്പോഴും ആൾക്കാർ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എൻ്റെ ആർമി കമാൻഡർ എന്നോട് പറഞ്ഞു, ചാക്കോ നിൻ്റെ ഡൈനിങ് ഔട്ട് ഞാനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിനക്ക് എപ്പോഴാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു സാറിന് എപ്പോഴാണ് സമയം എന്ന് പറഞ്ഞു. ഓക്കെ, ജൂലൈ 30. അപ്പം എനിക്കറിയാം അദ്ദേഹത്തിന് ഈ പ്രോഗ്രാമുണ്ട്. അപ്പം ഈ മാസം ആദ്യം തന്നെ ആർമി കമാൻഡർ പ്രോഗ്രാം ഞങ്ങൾക്ക് ജേർണലിസ്റ്റിനൊക്കെ വരും. അപ്പോൾ എനിക്കറിയാം ഈ പുള്ളിക്കാരൻ്റെ പ്രോഗ്രാം 28, 29, 30, 31, 1 എല്ലാം യാത്രയാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറിന് അതില്ല, നിൻ്റെ ഡൈനിങ് ഔട്ട് ഞാനായിരിക്കും ചെയ്യുന്നത്, നിൻ്റെ ഫെയർവെല്ല് ഞാനായിരിക്കും നടത്തുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിന് മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ ഡൽഹി വന്നു. അവിടുത്തെ എൻ്റെ ഫെയർവെല്ല് കഴിഞ്ഞു. ഞാൻ തിരിച്ചിവിടെ വന്നു. ഇപ്പോൾ ആർമി കമാൻഡർ സാധാരണ ആർക്ക് വേണ്ടിയും ഫെയർവെല്ലിനൊന്നും വരാറില്ല.
വളരെ വളരെ വിരളമായിട്ടുള്ള പുള്ളിക്കാരൻ വരത്തുള്ളൂ. അദ്ദേഹം ഫെയർവെല്ലിന് വന്നു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫെയർവെല്ലിന് ആദ്യമേ ഒരു അരമണിക്കൂർ എല്ലാവരും നിന്ന് ഡ്രിങ്ക്സൊക്കെ സെർവ് ചെയ്തു. അത് കഴിഞ്ഞ് ഒഫീഷ്യൽ ഡിന്നറാണ്. ഭയങ്കര ഒരു റെജിമെൻ്റൽ ഡിന്നർ എന്ന് പറയും. അത് ഒരു അതിനൊരു ഒരു വിധമുണ്ട്, കഴിക്കേണ്ട വിധം. ഓരോരോ ഡിഷ് വരും. അത് ഭയങ്കര ഈ പഴയ ബ്രിട്ടീഷ് സ്റ്റൈലിലാണ് അതിൻ്റെ ഇത്. എല്ലാം കഴിഞ്ഞ് വന്നു. ഒരു സ്പീച്ച് ഉണ്ട്. അപ്പം ഹോസ്റ്റാണ് ആർമി കമാൻഡർ, ഞാനാണ് ഗസ്റ്റ്. അദ്ദേഹം ഒരു പ്രസംഗിക്കും, എന്നെപ്പറ്റി ഞാൻ നന്ദി പറയും. സാധാരണഗതിയിൽ ഈ ഹോസ്റ്റ് പ്രസംഗിക്കുന്ന 1-2 മിനിറ്റേ ഉള്ളൂ. ഈ ആർമി കമാൻഡർ ഒരു പ്രസംഗം ഞാൻ നേരത്തെ കേട്ടിട്ടുമുണ്ട്. 2 മിനിറ്റാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പോകുന്ന ജനറലിന് വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു. എല്ലാവരും സന്തോഷമായി. പോകുന്ന ആളും 2 മിനിറ്റ് സംസാരിച്ചു. അത്രേ ഉള്ളായിരുന്നു. എൻ്റെ ആർമി കമാൻഡർ വന്നിട്ട്, അപ്പം പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്നെപ്പറ്റി ഒരു ഫുൾ റൈറ്റപ്പ് ഉണ്ട്. പുള്ളിക്കാരി നോക്കിയിട്ട് റൈറ്റപ്പ് അങ്ങ് അടച്ചിട്ട് വെച്ചിട്ട് പുള്ളി ആ പോഡിയത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് മൈക്കെടുത്ത് പറഞ്ഞു, എനിക്ക് ചാക്കോയെ പറ്റി പറയാൻ പേപ്പറിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇദ്ദേഹത്തെപ്പറ്റി ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ പറയട്ടെ എന്ന്. അദ്ദേഹം ഒരു 10-20 മിനിറ്റ് സംസാരിച്ചു. എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കുക. അത് അവസാനം പറഞ്ഞു, ജനറൽ ചാക്കോ ലെഫ്റ്റനൻറ്റ് ജനറൽ ആകേണ്ടതായിരുന്നു. ആകാഞ്ഞത് അദ്ദേഹത്തിൻ്റെ നഷ്ടമല്ല, ആർമിയുടെ നഷ്ടമാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സിനൊരു കുളിർമയും സന്തോഷമൊക്കെ തോന്നി. എന്നിരിക്കലും എന്തായാലും എന്തെങ്കിലും റിട്ടയർ ചെയ്യണം. 2 വർഷം മുമ്പേ ആയി എന്ന് മാത്രം. ഞാൻ എഴുന്നേറ്റു, അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു, വന്ന എല്ലാവരോടും നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഒരു ചടങ്ങുണ്ട്. ഈ പോകുന്ന വ്യക്തിയെ ഒരു കസേരയിൽ ഇരുത്തും. എന്നിട്ട് ബാക്കി ഓഫീസേഴ്സ് എല്ലാം കൂടെ ഈ കസേര പൊക്കി ഒരു പഴയ പാട്ടുണ്ട്, ഹീസ് എ ജോളി ഗുഡ് ഫെലോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അപ്പം മിലിറ്ററി ബാൻഡ് അത് പ്ലേ ചെയ്യും. ഇവരെല്ലാം പാടി നമ്മളിങ്ങനെ കൊണ്ട് സാധാരണഗതിയിൽ ഒരു 5-10 സ്റ്റെപ്പ് നടക്കും. അതൊരു ആദര സൂചനയേ ഉള്ളൂ. എന്നെ കസേര കയറ്റി ഇരുത്തി. അപ്പം പൊക്കി. ഈ പൊക്കിയേക്കെന്നെല്ലാം ബാക്കി ജനറൽസാണെന്ന് ഓർത്തോണം. കേണൽസും ബ്രിഗേഡ്സൊക്കെ നോക്കി നിൽക്കുക. അത് ആദ്യമേ അവർ പൊക്കി, പിന്നെ അവരെ നിന്ന് ആൾക്കാർ മാറ്റി. എന്നെ ഒരു 10-15 സ്റ്റെപ്പല്ല, ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ കസേരയിലിരുത്തി അവർ ഹീസ് എ ജോളി ഗുഡ് ഫെല്ലോ പാടിക്കൊണ്ടിരുന്നു. ഒരു മനുഷ്യന് തുടങ്ങിയ ഒരു ജോലിയിൽ നിന്ന് ഇങ്ങനെ തീരുമ്പം വളരെ വികാരപരമായ സമയമായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. അപ്പം പോകാൻ നേരത്ത് മിലിറ്ററി ബാൻഡ് ഒരു ട്യൂൺ കളിക്കാറുണ്ട്. അൽവിദന കഹന എന്നൊരു ഹിന്ദി പാട്ടാണ്. അതായത് ഇനി യാത്ര ഇപ്പോൾ പറയണ്ട, നമുക്കിനിയും കാണാം, അതാണ്. അത് പ്ലേ ചെയ്തു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഒഫീഷ്യൽ കാറിൽ കയറി. അപ്പം അത് ഒഫീഷ്യൽ ഡ്രസ്സിലാണ്, അത് പ്രത്യേക ഡ്രസ്സുണ്ട്, അതൊക്കെ ഇട്ടാണ് ഈ പോകുന്നത്. ഞങ്ങൾ ക്വാർട്ടേഴ്സിലോട്ട് വണ്ടി ഓടിച്ചു. ഡ്രൈവറുണ്ട്, അയാൾ വണ്ടി നിർത്തും. അപ്പം ഇത് 30-ാം തീയതി രാത്രിയാണ്. 31-ാം തീയതി ഞാൻ റിട്ടയർ ചെയ്യും. അപ്പം എൻ്റെ ഓർഡറിൽ എൻ്റെ സഹായി അവിടെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാറ് തുറന്നു, ഞാൻ അകത്ത് ചെന്നു. തൊപ്പിയൊക്കെ ഊരി ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ അവിടെ ഇരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഈ എൻ്റെ യാത്ര തുടങ്ങിയത് പള്ളിപ്പാട് നിന്ന്, എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ്. 7-ാം മാസം എന്ന് പറഞ്ഞ പ്രിമച്വർ ബേബിയായിട്ടുണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ ഈ യാത്ര രക്ഷപ്പെടുമോ എന്ന് പോലും തോന്നാത്തൊരു കുഞ്ഞിനെ ഒരു വല്യമ്മച്ചി രക്ഷപ്പെടുത്തി വളർത്തി വിട്ട് ഇന്ന് കരസേനയിലെ 2 സ്റ്റാർ ജനറലായിട്ട് ഞാൻ റിട്ടയർ ആകുകയാണ്. എൻ്റെ കരസേനയിലെ ജനറലായിട്ടുള്ള അവസാന രാത്രിയാണ്. യൂണിഫോമെല്ലാം ഊരി ഞാൻ ഇത് കുറച്ച് നേരം വായിച്ചു. ഉറക്കം വന്നില്ല. ഞാൻ പോയി കിടന്നു. എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ ഉണ്ട്.
ഇത് ഭയങ്കര ഒരു നമ്മൾ ഇത്രയും ദിവസം 36 വർഷം ഇട്ട യൂണിഫോമിന് നമ്മുടെ ഒരു തൊലി ഊരുന്ന പോലൊരു ഫീലിംഗ് ആയത്. എല്ലാം കഴിഞ്ഞു. ഞാൻ രാവിലെ എണ്ണിച്ചു, കപ്പിയെല്ലാം കുടിച്ചു. അപ്പം അന്ന് പണിയൊന്നുമില്ല, പോയി ഹാൻഡ് ഓവർ ചെയ്താൽ മതി, ഒരു ഒപ്പിടണം. ഒരു ഒഫീഷ്യൽ ഒരു സെൻഡ് ഓഫ് ടീ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അത് ആർമി കമാൻഡ് വരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു രാത്രി വന്നതാണല്ലോ, ഇനി അദ്ദേഹം രാവിലെ പോയി കാണുമെന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞു ആർമി കമാൻഡ് പോയിട്ടില്ല. അദ്ദേഹം ഈ 30-ൻ്റെയും പ്രോഗ്രാം ക്യാൻസൽ ചെയ്തായിരുന്നു. 31-ാം തീയതി രാവിലെ ഞാൻ അവിടെ ഓഫീസിൽ ചെന്നു. എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് സെൻഡ് ഓഫ് വന്നു. താഴെ വലിയൊരു ഗ്രൗണ്ടുണ്ട്. അവിടെ ഈ കമാൻഡ് ഹെഡ് ക്വാർട്ടറിലെ എല്ലാ ഓഫീസേഴ്സും എല്ലാ സ്റ്റാഫും അവിടെ വന്നു. ഒരു 10 മിനിറ്റ് ചായ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് എല്ലാവരെയും കണ്ടു, ബൈ പറഞ്ഞു. അപ്പോഴത്തേക്ക് വളരെ സെർമോണിൽ ആയിട്ട് ഒരു ഒറ്റ കുതിര കെട്ടിയ, വലിയൊരു കുതിര, ആ കുതിര ഒറ്റ കുതിര കെട്ടിയ ഒരു രാജകീയമായിട്ടൊരു ബഗ്ഗി അവിടെ കൊണ്ടു നിർത്തി. ഒരു ബഗ്ഗി, കുതിരവണ്ടി, അതിനകത്ത് എന്നെയും എൻ്റെ ഭാര്യയെ ഇരുത്തി. ആർമി കമാൻഡർ അതിന് മുമ്പിൽ തന്നെ എന്നെ സല്യൂട്ട് ചെയ്ത് എന്നെ യാത്രയാക്കി. അപ്പോൾ ഈ കുതിരവണ്ടിയുടെ മുമ്പിൽ എൻ്റെ ഫ്ലാഗുണ്ട്, 2 സ്റ്റാറുള്ള ഫ്ലാഗുണ്ട്, പുറയിലൊരു ബോർഡുണ്ട് 2 സ്റ്റാറുള്ള. അത് വെച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ കാറിന് പകരം ഈ ബഗ്ഗിയിൽ ഒരു കുതിര, മുമ്പിൽ ഒരു സെർമോണിലായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് തലപ്പാവൊക്കെ ഇട്ട് ഒരു പട്ടാളക്കാരൻ പിടിച്ച് ഞങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. അങ്ങനെ എൻ്റെ കരസേന സേവനം 31 ജൂലൈ 12 മണിയായപ്പം ഉച്ചയ്ക്ക് അവസാനിച്ചു. വളരെ വേദനയോടെയും സങ്കടത്തോടെയും ദുഃഖത്തോടെയൊക്കെയാണ് ഞാൻ ആ യൂണിഫോം ഊരിയത്. എൻ്റെ ജീവനായിരുന്നു ആ യൂണിഫോം, ഇന്നും ജീവനാണ്. ഒരു ഡ്രസ്സ് ഞാൻ കൊണ്ടുവന്നു. ഇതിന് 2-3 ദിവസം മുമ്പേ തന്നെ എൻ്റെ വീട്ടിലെ സാധനമൊക്കെ ഞാൻ പാക്ക് ചെയ്ത് ട്രക്കിൽ ഞാൻ കോട്ടയത്തേക്ക് അയച്ചിരുന്നു. 1-ാം തീയതി ഓഗസ്റ്റ്, അപ്പോൾ ഈ 31-ാം തീയതി വൈകുന്നേരം ആയപ്പം എനിക്ക് കൊച്ചിയിൽ നിന്നൊരു ഫോൺ വന്നു. എൻ്റെ ബാല്യകാല സുഹൃത്തായ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ് അദ്ദേഹം. ഈ ബാലചന്ദ്രൻ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സിനിമയിലെ ആക്ട്രസ്സായ ശാന്തി ബാലചന്ദ്രൻ്റെ അച്ഛനാണ്. അദ്ദേഹം ചോദിച്ചു എന്തൊക്കെയായി, റിട്ടയറായി, എന്താ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ജോലി കഴിഞ്ഞു, നാളെ രാവിലത്തെ ഫ്ലൈറ്റ് പിടിക്കുന്നു, 1-ാം തീയതി രാവിലത്തെ ഫ്ലൈറ്റ് പിടിക്കുന്നു. 1-ാം തീയതി ഇവിടുന്ന് ചണ്ഡീഗഡിൽ നിന്ന് ബോംബെയിൽ നിന്ന് രാത്രി എനിക്ക് തോന്നുന്നു 11 മണിക്കാണ് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യുന്നത്. അത് വരുന്നത് പറഞ്ഞു. ഓക്കെ ഫൈൻ. കഴിഞ്ഞു. ഞാൻ ഫ്ലൈറ്റ് രാവിലെ കാറ് വന്നു. കാറിൽ സ്റ്റാറില്ലായിരുന്നു, കാറിൽ ഫ്ലാഗില്ല. അപ്പം ഞാൻ സിവിലിയനായി. എന്നെയും എൻ്റെ ഭാര്യയും കാറിൽ കയറ്റി എയർപോർട്ടിൽ കൊണ്ട് എൻ്റെ കുറച്ച് ഓഫീസേഴ്സൊക്കെ വന്നു, അവിടെ വന്ന് ബൈ പറഞ്ഞു. ഞാൻ കയറി. ഞങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കാലുവെച്ചു. രാത്രി 11 മണിക്ക് ഞാൻ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തപ്പം സാധാരണ ഇതിലൊക്കെ റിസീവ് ചെയ്യാനൊക്കെ എന്നുള്ള ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു. ഞാൻ അവിടെ ഇറങ്ങിയപ്പം എന്നെ റിസീവ് ചെയ്തത് എൻ്റെ ഈ സുഹൃത്ത് ബാലചന്ദ്രനും അദ്ദേഹത്തിൻ്റെ മകൾ ശാന്തി ബാലചന്ദ്രനായിരുന്നു. അപ്പം സിവിൽ ജീവിതത്തിലേക്ക് തിരികെ ഞങ്ങളെ ആനയിച്ചത് മലയാളം സിനിമയിലെ നടിയുടെ അച്ഛനും ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡിസൈഡ് ചെയ്തു, ഇനി എനിക്ക് ഒരു ജോലിക്കും പോകുന്നില്ല, വായിക്കാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. അങ്ങനെ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ദിവസങ്ങൾ വായനയിലും എഴുത്തിലുമായിട്ട് 2 ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തു. ബ്ലോഗ് ജേക്കബ് ഹൊറൈസൺ എന്ന ബ്ലോഗിൽ എഴുതുന്നുണ്ട്. ബുക്കെല്ലാം കുറച്ച് പേരൊക്കെ വായിക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് സിറിയക് എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ, ഒരു യുവ ഓണ്ടർപ്രണർ, പുള്ളിക്കാരൻ ഒസാക്ക് എന്ന് പറയുന്നൊരു കമ്പനി ഇട്ട് അതിലെന്നെ കൺസൾട്ടൻ്റായിട്ട് വിളിച്ചു. ആ കമ്പനി ഞാൻ കൺസൾട്ടൻ്റായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ കമ്പനി മുമ്പോട്ട് പോകും തോറും ഞാനൊരു ഡയറക്ടറായി. ഇപ്പോൾ അതിൽ ഞാൻ പാർട്ട്ണറാണ്. ഈ കമ്പനി ഉണ്ടാക്കുന്ന ഒരു സാധനം ഇന്ന് ഇന്ത്യൻ ആർമിയിൽ കമാൻഡോസ് എപ്പോഴും ഉപയോഗിക്കുന്നൊരു വസ്തുവായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കമ്പനിയുടെ കാര്യങ്ങളിലും എൻ്റെ വായനയും എൻ്റെ എഴുത്തും
ആയിട്ട് സന്തോഷമായിട്ട് ഞാൻ ജീവിക്കുന്നു.